ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമകൻ അറക്കാൻ കൊണ്ടുപോകുന്ന രംഗത്ത് ഇസ്മായിൽ എന്ന 11 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള മകൻ, ആ മകനെ വാപ്പാനോട് വാപ്പ ചോദിച്ചു, മോനെ അല്ല നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണോടാ? വാപ്പ ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ്, അല്ല പറഞ്ഞതനുസരിക്ക് വാപ്പ. ബാക്കി അവിടെ വെച്ച് കാണാം. പറഞ്ഞു കൊടുത്താ. എന്നിട്ട് ഈ മോനെ അറക്കാൻ കൊണ്ടുപോയപ്പോ വാപ്പാനോട് പറഞ്ഞു കൊടുക്കുന്നു, വാപ്പ അറക്കുമ്പോ എന്റെ കഴുത്ത് തിരിച്ചിട്ടിട്ട് വേണം അറക്കാൻ. അതെന്തേ മോനെ? എന്റെ മുഖം കണ്ടാ നിങ്ങൾക്ക് അറക്കാൻ പറ്റൂല വാപ്പ, അതുകൊണ്ട് എന്റെ മുഖം അങ്ങോട്ട് തിരിച്ചിടണം. വാപ്പ എന്റെ കയ്യും കാലും കെട്ടിയിടണം. എന്തിനാ മോനെ? വാപ്പ വേദന എടുക്കുമ്പോ ഞാൻ കിടന്ന് കൈകാലിട്ടടിച്ച നിങ്ങളുടെ കൈ വിറയ്ക്കും, അതുകൊണ്ട് എന്നെ തിരിച്ചിട്ടിട്ട് അറക്കണം, കയ്യും കാലും കെട്ടിയിടണം. എന്നിട്ട് മകൻ വാപ്പാനോട് പറയാ, ഈ പുതിയ ഉടുപ്പ് ഊരി വെക്കണേ ഉപ്പാ, ഈ പുതിയ ഉടുപ്പ് മാറ്റി വെക്കണം. എന്തേ മോനെ? ഉമ്മ കുളിപ്പിച്ചൊരുക്കി വിട്ടതല്ലേ, ഈ പുതിയ ഉടുപ്പിൽ എന്റെ രക്തം പറ്റിയ എന്റെ ഉമ്മാന് സഹിക്കൂല. നാലാമത് പറയാ, അപ്പച്ചി തിരിച്ചു ചെല്ലുമ്പോഴേ എന്റെ ഉമ്മാനോട് എന്റെ സലാം പറയണം, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഒരു 11 വയസ്സുകാരൻ പറഞ്ഞതാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയാം. 11 വയസ്സുള്ള മകൻ യഹ്യാ നബി അലൈഹിസ്സലാം, വാപ്പ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ രാവിലെ മുതൽ മകനെ കാണുന്നില്ല. 11 വയസ്സ്, എത്ര കൊല്ലം അള്ളാന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ട് അല്ലാഹ് കൊടുത്ത വയസ്സാങ്കാലത്ത് കൊടുത്ത മകനാ. കാണാതെ വന്നപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ മോനെ എനിക്ക് താ അല്ലാ, എന്റെ അവസാന കാലത്ത് എനിക്ക് തന്നതാ അല്ല, വേണമല്ല. കരഞ്ഞു ദുആ ചെയ്തു. തിരിച്ചിങ്ങനെ വരുമ്പോ പള്ളിപ്പറമ്പിൽ ഒരു ഖബർസ്ഥാനിൽ ഒരു കരച്ചില് കേൾക്കുന്നു. കരച്ചില് കേൾക്കുന്ന ഭാഗത്ത് പോയി നോക്കുമ്പോ ഇടിഞ്ഞു കിടക്കണ ഒരു ഖബറിന്റെ അകത്തിരുന്നിട്ട് 11 വയസ്സുകാരൻ കരയാ. വാപ്പ ചോദിച്ചു, എന്തിനാ മോനെ ഇവിടെ ഇരുന്ന് കരയണേ? വാപ്പ ഇവിടെ വന്ന് കിടക്കേണ്ടതല്ലേ. 50 വയസ്സുകാരനല്ല, 11 വയസ്സുകാരൻ. ഈ 11 വയസ്സുകാരനോട് വാപ്പ ചോദിക്കാം, മോനെ എല്ലാരും പോയല്ലോടാ, നീ എന്തേ പോകാത്തെ? അപ്പ ഞാൻ എങ്ങനെ പോകാനാ, നിങ്ങളുടെ അവസ്ഥ എങ്ങനെയുണ്ട് വാപ്പ പറ, പുതിയ വീട് എങ്ങനെയുണ്ട്, എന്റെ ഉപ്പാന്റെ വീട് എങ്ങനെയുണ്ട്? ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മോനെ എന്നെ ഖബറിന്റെ അകത്തേക്ക് കൊണ്ടുവച്ചപ്പോ എന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചതുപോലെ ഖബർ അങ്ങോട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അബൂ സുഫ്യാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്ക, തന്റെ 11 വയസ്സുള്ള മകനോട് പറഞ്ഞിടക്ക, പള്ളിപ്പറമ്പിലാ കിടക്കണേ മോനെ, വാപ്പാനെ ഉമ്മ കെട്ടിപ്പിടിക്കണത് പോലെ ഖബർ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചടാ. വാപ്പ കിടക്കണത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിലാ. വാപ്പ കിടക്കുന്നത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ. എന്റെ കാലിന്റെ ഭാഗത്താടാ മോനെ സ്വർഗത്തിന്റെ വാതിലിരിക്കുന്നത്. എന്തൊരു സുഗന്ധമെന്നറിയോ? എന്റെ ഖബർ കണ്ണെത്താ ദൂരം ഇങ്ങനെ വിശാലമാ. 2 മലക്കുകൾ എന്നോട് പറഞ്ഞത്, ലം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള കിടന്നുറങ്ങുന്നത് പോലെ, എടാ മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ ഉറങ്ങടാ എന്ന മലക്ക് പറഞ്ഞേ. വാപ്പാന്റെ മണ്ണറ മണിയറയാ മോനെ. ആ സമയത്തും മകൻ ചോദിച്ചു, ഉപ്പ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? ഉപ്പ നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടി? ആ സമയത്ത് അബൂ സുഫ്യാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, നിന്റെ ഉപ്പ 5 വഖ്ത് നിസ്കാരം മുടക്കാത്ത വാപ്പയാ. 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച എനിക്ക് സമാധാനമില്ല, നിസ്കരിച്ച് കഴിഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. അതുകൊണ്ട് മോന്റെ മണ്ണറ മണിയറയാക്കണമെങ്കിൽ മോനും ഒരൊറ്റ വഖ്ത് മുടക്കരുത്, ഖളാ ആക്കരുത്, നമസ്കരിക്കണേ എന്ന് ഉപദേശിച്ചതായി ചരിത്രം പറയുമ്പോ, നിങ്ങളുടെ ആരുടെയെങ്കിലും മണ്ണറ മണിയറയാക്കണമെങ്കിൽ 5 നേരം നീയും നിസ്കരിക്ക്, നിന്റെ കുടുംബത്തെയും നിസ്കരിപ്പിക്ക്, നിന്റെ മണ്ണറ മണിയറയാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, 5 വഖ്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളിൽ ഓരോരുത്തർക്കുമുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യിപ്പിച്ചാൽ നിന്റെ വീട് കാണാനും മലക്കുകൾ ഇറങ്ങി വരും. നിന്റെ വീടിന്റെ അകത്തിരുന്ന് റഹ്മത്തിന്റെ മലക്ക് ദുആ ചെയ്യും. നിനക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു നിനക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ നാട്ടിൽ നമസ്കാരമുള്ള വീടുകളാണ് മലക്കിന് പരിചയമുള്ള വീട്. അല്ലാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. കറക്റ്റ് 10 മണിയായി. ഇനി എന്ത് വേണം? ടൈമിങ് കറക്റ്റാ അല്ലേപ്പാ? 57 കറക്റ്റ്. ഞാൻ 10 മണിക്ക് നിർത്താന്ന് പറഞ്ഞു. ഇനി എന്ത് വേണം? നിങ്ങൾ പറ, എന്ത് വേണം? നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? മൈക്ക് എന്തായാലും ഒരു പരുവത്തിലായി. എന്താപ്പാ, എന്തായാലും വന്നതല്ലേ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
പറയണോ ദുആ ചെയ്യണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കേ. ഇൻഷാ അല്ലാഹ്. മൈക്ക് സെറ്റുകാരനൊന്ന് വിളിച്ചേപ്പോ. മൈക്ക് സെറ്റുകാരൻ പോയാ? ആരെങ്കിലും ഒന്ന് വന്നാ മതി. ഇൻഷാ അല്ലാഹ്, കുഴപ്പമൊന്നും. ഇതും താത്തു വെച്ചാൽ മതി, ഞാൻ ഇരിക്കാം ഈ കാലം. കാരണം ഇന്ന് രാവിലെ പതിവില്ലാത്തൊരു പണിക്കിറങ്ങിയ നല്ല കാരണം വീട് പറമ്പിലൊക്കെ നല്ല പോച്ചകൾ ചെയ്യണം. അപ്പോൾ വാഴയ്ക്കൊക്കെ വളവിടുന്നതിന് വേണ്ടി ഒരാളെ വിളിച്ചപ്പോൾ വലിയ ഡിമാൻഡാണ് അവർക്കൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി മമ്മട്ടി എടുത്ത് ആദ്യമായിട്ട്. കൈയൊക്കെ പൊട്ടിയിട്ട് ശരീരമൊക്കെ നല്ല വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരിക്കാം കുറച്ച് നേരം. ഒന്ന് താഴ്ത്തി പോയി ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സന്തോഷമില്ലാത്ത എന്തുപ്പാ? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പറച്ചങ്ങായിമാർ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനമുള്ളൊരു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2ാമത്തെ വീട് ഏതാ? ഈ നാട്ടിൽ മലക്കുകൾക്ക് പരിചയമുള്ള, എല്ലാ മലക്കുകൾക്കും അറിയുന്ന 2ാമത്തെ വീട് ഖുർആൻ ഓതുന്ന വീടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീടുകൾ, ആ വീടുകൾ മലക്കുകൾ, ആ വീട് പ്രകാശിക്കുമെന്ന മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. ആ സമയത്ത് അലിയാര് തങ്ങൾ പറഞ്ഞ, അള്ളാഹു നിന്റെ ദുനിയാവ് ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കട്ടെ, അള്ളാന്റെ പള്ളി പ്രകാശിപ്പിച്ചതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഏത് വീടിൻ്റെ അകത്ത് ഓതുന്നുണ്ടോ ആ വീട് പ്രകാശിക്കും. ആ വീട് മലക്കുകൾക്ക് പരിചയമുള്ള വീടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ പരിശുദ്ധമായ ഖുർആൻ മരിച്ചാൽ, ആരെങ്കിലും മരിക്കുമ്പോൾ എടുക്കാനുള്ള ഒന്നായി ഖുർആൻ മാറി. ആരെങ്കിലും ഒന്ന് മരിക്കണം എങ്കിലേ എടുക്കത്തുള്ളത്. പലരും അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക, സൗദിന്ന് കൊണ്ടുവന്നതാ. നിരത്തി വെച്ചിരിക്കുക. നിരത്തി വെക്കാൻ എന്തേപ്പാ, ഇത് പ്രദർശന വസ്തുവാ. അങ്ങനെ ഒരിക്കലും വെക്കരുത്. അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുക, നീ അത് തുറന്നു നോക്കണം, ഇല്ലെങ്കിൽ നിന്നെ ശപിക്കും. ഖുർആൻ തുറന്നു നോക്കണം, ഇല്ലെങ്കിൽ ശപിക്കും നിന്നെ. എല്ലാവർക്കും വലിയ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസം, പ്രതിസന്ധി. ഉസ്താദെ ഗൾഫൊക്കെ ആകെ പോയി ഉസ്താദെ. കച്ചവടം ഇപ്പോൾ വൈകുന്നേരം കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നുമില്ല ഉസ്താദെ. നല്ലതാ. കാരണം ഇത്തിരി അഹങ്കാരം കൂടിപ്പോയി എല്ലാത്തിനും. അള്ളാഹു നന്ദി ആരും ഇല്ലല്ലോ. എടാ, ഈ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോൾ ഈ പരിസരത്ത് എത്ര കടകളും വീടുകളുണ്ട്, എത്ര പേരാ നിസ്കരിക്കാൻ പോവാ? എന്തേ പോകാത്തെ? ഉസ്താദെ, ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ ഒരാൾ വന്നാ എൻ്റെ കച്ചവടം പോവല്ലോ അല്ലേ? ഞാൻ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് കയറുമ്പോൾ ഒരു കസ്റ്റമർ വന്നാ എൻ്റെ കച്ചവടം പോവല്ലോ അല്ലേ? എന്നാലേ നിനക്കിത് ആരാ തന്ന? അള്ളയല്ലേ തന്നെ.
ഈ കടയും ഈ വീടും ഇതൊക്കെ തന്നത് അല്ലല്ലേടാ. ആ അള്ളാഹിക്ക് നിന്നെ ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ടെ വല്ലതും തായ് എന്ന് പറഞ്ഞ് യാചിപ്പിക്കാനും കൂടെ അറിയാന്നുണ്ട്. നീ മറന്നുപോയേ. അതിനും അള്ളാഹിക്ക് പറ്റുമല്ലോ. ലൈൻ ശക്ർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹിനെ മറന്നു പോകരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ജീവിതത്തിൽ എല്ലാവർക്കും വല്ലാത്ത പ്രയാസം. ഉസ്താദെ, പെമ്മക്കളാ ഉസ്താദെ, എങ്ങനെ കെട്ടിക്കും ഉസ്താദെ, എങ്ങനെ കെട്ടിക്കും? പണ്ട് ഒരു പള്ളിയിലും പിരിവെടുക്കാവൂ. ലെറ്റർ പേടും പിടിച്ചുകൊണ്ട് പണ്ട് ഏത് വാപ്പായ പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുത്ത്? ഒരു 10 കൊല്ലം മുമ്പ്, ഒരു 15 കൊല്ലം മുമ്പ് ഏത് വാപ്പയ പള്ളിയുടെ മുന്നിൽ ഇരുന്ന് പിരിവെടുത്തത്? ലെറ്റർ പേടും കൊണ്ടുപോയി മക്കളെ കെട്ടിക്കാൻ. എത്ര പേരാ ലോൺ എടുത്ത്, പലിശക്കെടുത്ത്? എത്ര പേരാ? ചിന്തിച്ചു നോക്ക്. നിങ്ങളൊക്കെ പെണ്ണ് കെട്ടിയവരല്ലേ മനുഷ്യന്മാരെ? നിങ്ങളുടെയൊക്കെ പെണ്ണുപിള്ളമാരെ കെട്ടിച്ചെന്നപ്പോ ലോൺ എടുത്തിട്ടാ കെട്ടിച്ചെന്ന്? പലിശ പൈസ കൊണ്ടാ കെട്ടിച്ചെന്ന്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് 1, 2 ഉള്ളൂ. നീ ബേജാറില്ല. എന്തിനാ ബേജാറ്? എന്തിനാ നീ ബേജാറ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിന്റെ കയ്യിലുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രോഗം പിടിച്ചു കിടക്ക, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നു. മരണത്തിന്റെ സമയത്ത് അല്ലാഹുവേ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം അവസ്ഥകൾ കണ്ടപ്പോ സഹിക്കാതെ വന്നപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദേ, ഞാൻ കുറച്ചു പണം തരട്ടെ നിന്റെ കുടുംബത്തിന് വേണ്ടി? മക്കളൊക്കെ വളർന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്, അതുകൊണ്ട് കുറച്ചു പണം തന്ന് സഹായിക്കട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങൾ കരയാൻ തുടങ്ങി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് ചോദിച്ചു, ഉസ്മാനേ, എന്നോട് നീ ഇത് ചോദിച്ചു കളഞ്ഞല്ലോ, എനിക്ക് എന്റെ മക്കളെ എങ്ങനെ കെട്ടിക്കുമെന്ന് യാതൊരു ടെൻഷനുമില്ല. എന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു ടെൻഷനുമില്ല, ഒരു ബേജാറുമില്ല. കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ വാഖിഅ ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് പറയുന്ന സൂറത്ത് ഏത് വീടിന്റെ അകത്താണോ ഓതുന്നത്, ആ വീട്ടുകാർക്ക് അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പെൺമക്കൾക്ക് ഞാൻ ആ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ പെൺമക്കൾക്ക് ഞാൻ ആ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കൾ എല്ലാ ദിവസവും ഓതാറുണ്ട്. അതുകൊണ്ട് എന്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനുമില്ലെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് മഹാനവറുകൾ പറയാ, 3-4 പെൺമക്കൾ ഉണ്ടെന്ന് വെച്ചിട്ട് നീ എന്തിനാ രാവും പകലും കിടന്ന് ഓടുന്നേ? കിട്ടിക്കാൻ വേണ്ടി നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പൊന്നു മോളോട് പറ സൂറത്തുൽ വാഖിയ പഠിക്കാൻ. ഇതാ വഖഅത്തിൽ വാഖിയ. തത്തമാരൊക്കെ ഉമ്മമാരൊക്കെ പെമ്മക്കളോട് പറഞ്ഞു കൊടുക്ക്, ഈ 2.25 പേജുള്ള ഈ സൂറത്തൊന്ന് പഠിക്ക്. എല്ലാ ദിവസവും മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഓത്. അല്ല നോക്കിക്കൊള്ളും, നീ എന്തിനാ പേടിക്ക? അതെങ്ങനാ? വാപ്പ മൊബൈൽ പിടിച്ചു കൊടുക്കും, ഉമ്മായും മോളും കൂടെ ടിക്ടോക്കിൽ അഭിനയിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ന കുടുംബം എന്നറിയ, ഇതാ സ്വർഗത്തിൽ പോണ കുടുംബം. ഇങ്ങനെയുള്ളതൊക്കെയാ. ഇങ്ങനെ ചിന്തിക്ക്. വാപ്പായ മൊബൈൽ പിടിച്ചു കൊടുക്കണേ, വാപ്പ ഇങ്ങനെ പിടിച്ചു കൊടുക്കും. അപ്പൊ ഇങ്ങനെ പെണ്ണുമ്പിള്ള താത്താമാരുടെ ഒക്കെ ടിക്ടോക്ക് ഞാൻ പറയണില്ല, അള്ളാ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലേ എടാ, ഈ 10-20 വയസ്സുള്ള പെൺപിള്ളാര് ചെയ്താ പറയാ തമീസായില്ലെന്ന്, പക്വത എത്തിയില്ലെന്ന് പറയാം. ഈ 40 കളഞ്ഞ പള്ളിക്കൂടി പോകാതിരിക്കണ ഈ ഉമ്മായിക്കിനി എന്നാ തികയുന്നേ? ഈ പെണ്ണുങ്ങള് പൈപ്പിന്റെ ഒട്ടി വെള്ളമെടുക്കാൻ നിൽക്കണ പോലെ ഈ മാക്സി എടുത്തൊരു ചുരുട്ടിയും വെച്ചിട്ട് കിടന്ന് കാണിക്കണ പേക്കൂത്തുകൾ കണ്ടിട്ടുണ്ടാ? മരിക്കേണ്ടതാണെന്നുള്ള ചിന്ത ഇന്നത്തെ പെണ്ണുങ്ങൾക്കില്ലാതെ പോയി. ടിക്ടോക്കിന്റെ കാലം. വാപ്പായും ഉമ്മായും മക്കളും കൂടെ. ചങ്ങായി വീട്ടിൽ പോയിട്ടെ പൊന്നു മോളോട് പറ സൂറത്തുൽ വാഖിയ പഠിക്കാൻ. മഗ്രിബ് കഴിയുമ്പോ ഇരുന്ന് ഓതാൻ പറ. നീ ഇങ്ങനെ കിടന്ന് ഓടണ്ട സമാധാനം ഇല്ലാതെ. ഇത് ഓതിയിട്ടാ നിന്റെ വാപ്പ 5 എണ്ണത്തിനെ കെട്ടിച്ചു വിട്ടേ. ഇത് ഓതിയിട്ടാ നിന്റെ വാപ്പ ലോൺ എടുക്കാതെ കെട്ടിച്ച് പള്ളി പിരിവിന് പോയിട്ടുണ്ടോ? പോയിട്ടില്ല.
തെണ്ടാൻ പോയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് നിന്റെ വാപ്പ 5ഉം 6ഉം മക്കളെ കെട്ടിച്ചത് ഈ ഖുർആനിന്റെ ഈ സൂറത്ത് ഓതിയിട്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, എനിക്ക് പൈസ ഒന്നും വേണ്ട, എന്റെ മക്കള് സൂറത്തിൽ വാക്കിയ ഓതുന്നുണ്ട്. വാക്കിയ ഓതിയാൽ അള്ളാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. ഖുർആനിൽ ഇല്ലാത്ത എന്താ ഉള്ള? നമുക്കാ ഖുർആൻ തിരിയാത്തത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഖൻ മിൻ ഖസിയത്തില്ലാ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. നമുക്കാ ഖുർആൻ തിരിയാത്തത്. എല്ലാ വിഷയങ്ങളും പരിശുദ്ധമായ ഖുർആൻ. ഒന്നില്ലാത്ത എന്തയില്ലാത്ത ഏതു മാരക രോഗത്തിനുമുള്ള മരുന്ന് ഖുർആനിലുണ്ടല്ലോ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഏതു മാരക രോഗത്തിനുള്ള മരുന്ന്. അതന്നെ ഖുർആൻ 7 ആയത്തുണ്ടല്ലോ. ഷിഫാഇന്റെ 7 ആയത്ത്, അതല്ലേ മരുന്ന്. ഉസ്താദ് വീടില്ല, ഉസ്താദ് വീടുണ്ടാകാനുള്ള സൂറത്ത് ഖുർആനിലുണ്ടല്ലോ. ഉസ്താദ് കല്യാണം കഴിക്കണം, ഓതാണ്ടല്ലോ സൂറത്ത്. ഉസ്താദ് വീടിന്റെ പണി പകുതി കിടക്കുന്നു, പൂർത്തീകരിക്കണം, അതിനുണ്ടല്ലോ സൂറത്ത്. എല്ലാത്തിനും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് അള്ളാഹു മരുന്നുകൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, നമുക്കത് തിരിയാഞ്ഞിട്ട. എന്തിനാ സഹോദരങ്ങളെ ദുനിയാവ് ആഖിറവും എന്തിനാ ഈ ഉസ്താദന്മാര് യാസീൻ ഓതുന്നേ? മരിച്ച വീട്ടിൽ പോയ യാസീൻ, ഖബറിന്റെ ചാരത്ത് പോയ യാസീൻ. വേറെ സൂറത്തൊന്നും ഓതത്തില്ലല്ലോ, എന്തേ ബക്കറ ഓതിക്കൂടെ അവിടെ നിന്നുകൊണ്ട്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്ത് ഓതിക്കൂടെ? എന്തിനാ യാസീൻ ഓതുന്നേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യാസീൻ ഓതിയ കിട്ടുന്ന പ്രതിഫലം, അതിന്റെ മഹത്വം നമുക്കറിയാഞ്ഞിട്ടാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഉസ്താദിന്റെ കൈമടക്കാൻ നീ കൊടുക്കണ 500 കൊണ്ടല്ലേ ജീവിക്കണ പാവപ്പെട്ട എന്നല്ല. നിന്റെ കൈമടക്കൊണ്ടെന്നല്ല ജീവിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മരിക്കണ കാലം വരെ ആലിമീങ്ങളുടെ മഹത്വം എന്തേ? നിന്റെ വീട്ടിൽ ചിലപ്പോൾ ഒരു മാസം 25,000 തികയൂല. ഉസ്താദ് 7,000 ചെലവാക്കിയിട്ട് ബാക്കി കൊണ്ട് പൊളിച്ചുകൊണ്ട് നടക്കും. അതാ മരിക്കണ കാലം വരെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നവർ ആലിമീങ്ങൾ. അൽ ഉലമാ വറസത്തുൽ അംബിയാ. അള്ളാഹു ആ കൂട്ടത്തിലൊക്കെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞെന്തേപ്പാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യാസീൻ ഓതുന്ന എന്തിനെന്നറിയോ? എടാ, പള്ളിപ്പറമ്പിൽ പോയി നിന്നിട്ട് നിന്റെ വാപ്പാടെ ഖബറിന്റെ മുകളിൽ നിന്ന് ഈ യാസീൻ ഓതിയ അതിനടി കിടക്കണ നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെടുമെന്ന് നബിയിന റസൂലുള്ളാഹി. പറഞ്ഞ നബിയിന റസൂലുള്ളാഹി. മയ്യത്ത് കൊണ്ട് ഖബറിൽ ഇറക്കി വെച്ചിട്ട് എന്തിനാപ്പ യാസീൻ ഓതുന്നേ? അവിടെ യാസീൻ ഓതിയാൽ അടി കിടക്കണ മനുഷ്യൻ 40 ദിവസം രക്ഷപ്പെടും. അള്ളാഹു കരുണ കാണിക്കുമെന്ന് ഹദീസിലുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും വലിയ ടെൻഷനിൽ. ഉസ്താദ് വീട് വിൽക്കേണ്ടി വരുമോ? കട പൂട്ടേണ്ടി വരുമോ? കടമാകുമോ? കച്ചവടമൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ കിഡ്നി അടിച്ചു പോകുമോ? എൻ്റെ കരളടിച്ചു പോകുമോ? ഇതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മരിക്കുന്ന കാലം വരെ നിലനിൽക്കണമെങ്കിൽ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിൽക്കും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതപ്പ വേണ്ട അല്ലേ? ക്യാൻസർ വന്നാ നീ എന്ത് ചെയ്യും? ക്യാൻസർ വന്നാലേ നീ എന്ത് ചെയ്യും? വല്ല അടയാളുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത് നടുവിന് ഭയങ്കര വേദന, പോവും തേയ്മാനമാ മരുന്ന് വാങ്ങിച്ചിങ്ങനെ കഴിക്കും. ഈ റമളാൻ മാസത്തിൽ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാ വീട് താഴെ ഛർദി, തല ഇറങ്ങി വീണു. പൊക്കിയെടുത്ത് ഇപ്പൊ തിരുവനന്തപുരം RCCയിലുണ്ട്. മജ്ജയിൽ ക്യാൻസർ. കള്ളുപിടിയില്ല, പെണ്ണുപിടിയില്ല, വീടി വലിയില്ല, ഒന്നുമില്ല. ക്യാൻസറാ. 35 ലക്ഷം രൂപ വേണം മാറ്റിവെക്കാൻ. മജ്ജ മാറ്റിവെക്കാൻ ലക്ഷങ്ങൾ ചെലവാ. 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്, അമീന്. 6 മാസം പ്രായമുള്ള കുഞ്ഞ് ക്യാൻസറാ. ഒരു മരുന്നുമില്ല, വീടില്ല. എൻ്റെ സഹോദര മനുഷ്യന്റെ എൻ്റെ വീട്ടിൽ കിടക്കുക എത്ര കിഡ്നി പേഷ്യൻ്റ് എത്ര പേരുണ്ടെന്നറിയോ? ഞാൻ എൻ്റെ വൈഫിൻ്റെ പിതാവായിട്ട് മിക്കുള്ളപ്പോഴൊക്കെ ഈ വെഞ്ഞാറുമൂട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നൊരു ഹോസ്പിറ്റലിൽ വരും. 5 മണിക്കൂറാണ്. ചിലപ്പോൾ വരുന്നവരെ പിന്നീട് പോകുമ്പോൾ കാണാറില്ല. മരിച്ചുപോയി. ഇത്ര തന്നെ 5-4.5 മണിക്കൂർ പടച്ചവനകത്തോട്ട് കയറ്റി. കിട്ടിയില്ലെങ്കിൽ ആഴ്ചയിലും ഇതാ എത്ര പേര് മരിക്കണ കാലം വരെ ഇത് തന്നെയല്ലേ ചങ്ങാതി? വല്ല മരുന്നുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ നിഅമത്ത് ഇത് നിലനിൽക്കണം. കൈ ഉണ്ടെങ്കിലേ നിനക്ക് ഗുണമുള്ളൂ. കണ്ണ് കാഴ്ച ഉണ്ടെങ്കിലേ നിനക്ക് പറ്റൂ. കാലുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നിനക്ക് പറ്റൂ. അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ നിലനിൽക്കണമെങ്കിൽ ഖുർആനിലെ ഒരായത്ത് ഓതിയാൽ മതി. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവോ? നിനക്ക് വേണമെങ്കിൽ ഓത്, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓത്. നിന്റെ വീട് നിലനിൽക്കണോ? നിന്റെ കച്ചവടം നിലനിൽക്കണോ? നിന്റെ കണ്ണും കയ്യും കാലൊക്കെ നിനക്ക് വേണമെങ്കിൽ നീ ഓത്. എനിക്കൊരു നിർബന്ധമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്ത് വേണോ വേണ്ടേ? വേണോ?
ഒരുപാട് കാര്യമായി. ഹജ്ജിന് പോകാനുള്ള ദിക്ർ, ഹജ്ജിന് പോകണം, അതിനുള്ള ദിക്റുണ്ട്. ഇപ്പൊ ഏത് വേണം? എല്ലാം വേണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഓത്. സ്വർഗം വേണോ? ഖുർആൻ ഓതാനാ പറഞ്ഞേ. നിങ്ങൾക്ക് ആർക്കും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൈവക്കിക്ക്. അതിനും പിശുക്കന്മാരുണ്ടോപ്പാ? അരക്കയ്യന്മാരെ എന്നാലും എടുക്കൂല, ഫുൾ കൈ മാത്രമേ എടുക്കത്തുള്ളൂ. വേണേ പൊക്കിക്കോ. ചിലപ്പോ ഇതിന്റെ പേര് രക്ഷപ്പെട്ടേക്കാം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഖുർആനിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരു സൂറത്ത് ഓതേണ്ടതുപോലെ ഓതിയാ മതി. 5 ആയത്ത്. ഖുർആനിലെ 5 ആയത്ത്, 5 6 വരിയും, 5 6 വരി മാത്രമുള്ള ഒരു സൂറത്ത്. അത് ഓതേണ്ട രീതി ഓതണം. ചുമ്മാതിരുന്നിട്ട് ഖുൽ വല്ലാഹു അല്ലാഹു സമദ് ലം യലിദ് അങ്ങനല്ല. അതല്ല, ഓതേണ്ട രീതിയിൽ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയ അല്ലാഹ് നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് ഓതുവോ? ഏത് സൂറത്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. സഹാബ, ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു കൊടുത്തു ഓതാൻ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞൊരു സൂറത്ത് ഓതാൻ. സ്വഹാബികൾ ഓതാൻ തുടങ്ങി. പ്രവാചകൻ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് മുത്തുനബി കരയണണ്ടപ്പോ സഹാബാക്കളിൽ പലരും കൂടെ കരയാൻ തുടങ്ങി. എന്തെന്നറിയില്ല, അവരും കരഞ്ഞു. ഓതി കഴിഞ്ഞപ്പോ കരയാത്ത ഒരു വിഭാഗത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ടാമത് ഓതി. റസൂലുള്ള കരഞ്ഞു, കൂടെ സ്വഹാബത്തും കരഞ്ഞു. കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? മുത്തുനബിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ള പറഞ്ഞു, കരയണം. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണം. കരച്ചിൽ വരുന്നില്ലേ? അഭിനയിച്ചോളാം നബി മുഹമ്മദ് മുസ്തഫ. സിനിമയിൽ അഭിനയിക്കാനല്ല പറഞ്ഞേ. എന്നതൊക്കെ വലിയ അഭിനയം, വല്ല ദേശീയ അവാർഡൊക്കെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ആയിട്ടുണ്ടത്. എന്തൊരു അഭിനയം എന്നറിയോ? എടാ, പണ്ടൊക്കെ ബക്കറ്റ് എടുക്കാൻ സമയമായോപ്പ, 2 മിനിറ്റും കൂടെ ഞങ്ങൾ ഇരിക്കും, നമുക്കിടക്ക് അവിടെ ഇരിക്കും. പണ്ടൊക്കെ മഗ്‌രിബ് കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോകുമ്പോ വീടിന്റെ അകത്ത് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാം. ഇന്ന് നടന്നു പോയാലോ? ഏതെങ്കിലും വീട്ടിലുണ്ടോപ്പ? എടാ, പണ്ട് ആൾക്കാർ നന്നായി ഇത് ഖുർആൻ സ്വന്തം വീട്ടിൽ ഓന്നല്ല. ഒരു സഹാബിയുടെ ചരിത്രം കാണാം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരനായ സഹാബിക്ക്, ആ ചെറുപ്പക്കാരന്റെ സ്വഭാവമുണ്ട്. ഏത് സുന്ദരിയായ പെണ്ണിനെ കണ്ടാലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നേടും. ഏത് വഴിയിലൂടെയും ഭയങ്കര ആരോഗ്യവാനാ. ഒരിക്കലും പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ പെണ്ണ് അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവളാണ്. അവളോട് ആഗ്രഹം പറഞ്ഞു, സമ്മതിച്ചില്ല. രാത്രി മതിൽ ചാടി പീഡിപ്പിക്കാൻ പോയി, ബലാത്സംഗം ചെയ്യാൻ. അവസാനം മതിൽ ചാടി വീടിന്റെ അകത്ത് പോയി. ആ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് വ്യഭിചരിക്കാൻ, ബലാത്സംഗം ചെയ്യാൻ ഇങ്ങനെ തയ്യാറാകുമ്പോ തൊട്ടടുത്ത വീട്ടിൽ ഇരുന്നിട്ടൊരു ഉമ്മ ഖുർആൻ ഓതുകയാ. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല. ഒറ്റ ആയത്ത്. ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തി അവസാനം അവളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരു ഉമ്മ ചോദിക്കാ, ഖുർആൻ ഓതാ. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല. എഴുന്നേറ്റ് പൊക്കളഞ്ഞു. എടാ, നന്നാവ സമയായില്ലടാ. അള്ളാനെ കുറിച്ചുള്ള ചിന്തയില്ലടാ. നന്നാകണ്ടേ? ഒരൊറ്റ ചോദ്യം. ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോഴേ എഴുന്നേറ്റ് പോയി ആ സ്വഹാബിയായി ആ മനുഷ്യൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഇതൊന്നും കാണാനില്ല. ഇന്നെല്ലാം നോക്കിയ മഗ്‌രിബ് കഴിഞ്ഞ കരച്ചല. നരകത്തെക്കുറിച്ച് ഓർത്തിട്ടോ, ഖബറിനെ കുറിച്ച് ഓർത്തിട്ടോ, മരണത്തെക്കുറിച്ച് ഓർത്തിട്ടോ, അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കണമെന്നുള്ള ചിന്ത ഇതൊന്നുമല്ല. സീരിയലിലെ പെണ്ണ് കരഞ്ഞ എന്റെ ഉമ്മാന്റെ കണ്ണ് നിറയും. പെറ്റ തള്ളം മരിച്ചാ കരയൂല. കൂടപ്പറപ്പ് ക്യാൻസർ പിടിച്ചിട്ട് കടന്ന് വിളിച്ചു കണ്ട ഏതെങ്കിലും താത്ത കരയോ? എന്നാ സീരിയലിൽ നടി കരഞ്ഞ ഉമ്മ കരയും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ അങ്ങനെ ആയിപ്പോയി. ചില വാപ്പമാരും ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൊട്ടെന്ന് പറയണ പോലെ പള്ളി നിശായി നിസ്കരിച്ചിട്ട് പോയി കൂടെ ഇരുന്ന് കരയുന്ന മഹാന്മാരും ഉണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
അങ്ങനെയുണ്ടല്ലോ, ഭാര്യയും ഭർത്താവ്, എന്താ ഇവരാ സ്വർഗത്തിലെ ജോഡി? സഹോദര സഹോദരി, എന്ത് നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾക്കറിയാം പണത്തിന് വേണ്ടിയാ ഇവള് കരയണേന്ന്. നിങ്ങൾ പണത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിന് വേണ്ടി കര. സീരിയൽ കണ്ടിട്ടല്ല, ഒരൊറ്റ സൂറത്ത് ഓതി, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ കര. മുൻകാമികൾ കരഞ്ഞത് അങ്ങനെ. ഇരിക്കണ താത്താമാർക്ക് ഏത് സീരിയലിന്റെ പേര് വെച്ചാലും അറിയാം. ഉമ്മ വാപ്പാടെ പേരെന്താന്ന് വെച്ചാൽ അറിയില്ല. സീരിയല് ചന്ദനമഴയിൽ അല്ലെങ്കിൽ പരസ്പരത്തിലെ നായികയുടെ പേരെന്താ വെച്ചാ ചാടി എഴുന്നേറ്റ് പറയും 80 വയസ്സുള്ള ഉമ്മായും. അത്രയ്ക്കും അവർക്കും മനപ്പാടമാ. എന്ന ഖുർആനിലെ ചില സൂറത്ത് ഓതിര് ഇന്നും തപ്പുന്ന കാണായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാർ, എൻ്റെ ഉപ്പമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്രയോ മഹദിമാരുടെ ചരിത്രമുണ്ട്. എത്രയോ മഹദിമാർ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, കരയാതെ വായിക്കാൻ പറ്റുമോ മഹദിയുടെ ചരിത്രം? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഒരു പ്രവാചകനെ പ്രസംഗിക്കുക, അൽഹാകുമുത് തകാസുർ ഹത്താ സുറതുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ബോധം കെട്ടങ്ങ് തറയി വീണു, ബോധം കെട്ട് താഴെ വീണു. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ താഴെ വീണു. ബോധം വന്നപ്പോ എഴുന്നേറ്റ് ഓടി വീട്ടിലേക്ക് കടന്നു ചെന്നു. അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത്, സ്വന്തം വീടിന്റെ അകത്ത് ഖബറ് കുഴിച്ചവരാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. ഖബറ് കുഴിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും നോമ്പ്, ആരും കാണാതെ രാത്രിയാ ഖബറ് കുഴിച്ചേ. അല്ലാഹുവേ, കണ്ണീനിങ്ങനെ ഒഴുക, കണ്ണീനിങ്ങനെ ഒഴുക. ഖബറിലെ മണ്ണ് പോലും മഹദിയുടെ കണ്ണുനീര് വീണിട്ട് നനഞ്ഞു. കാരണം ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. നഫീസ റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. കരഞ്ഞ് ഖബറിലെ മണ്ണ് പോലും നനയുകയാണ്. എല്ലാ ദിവസവും പടച്ചവനെ ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായി. നഫീസ റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്ന് വുളുവെടുത്തു, മുസല്ലയെടുത്തുകൊണ്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് 10,000 റക്അത്ത് നിസ്കരിച്ചു. ഖബറിന്റെ അകത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു. ഖബറിന്റെ അകത്തിറങ്ങിയിരുന്നു. 4000 ഖത്മോദി, 4000 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്തു. എന്റെ പ്രിയമുള്ളവരെ, അവസാനം രോഗം പിടിച്ച് കിടക്കുമ്പോ തന്റെ കുടുംബക്കാര് വന്നിട്ട് ചോദിച്ചു, നഫീസ, എന്തിനാ നീ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? എന്തിനാ നീ ഉറക്കമൊഴിയുന്നത്? നിന്റെ തൊലി കറുത്തു, ചുമന്ന് തുടുത്തിരുന്ന നഫീസ, ഇന്ന് നിന്റെ തൊലിയെല്ലാം കറുത്തുപോയി, കണ്ണു കുഴിഞ്ഞുപോയി, എല്ലുകൾ വെളിയിൽ കാണുന്നു നഫീസ. എന്തൊരു കോലവാ പെണ്ണേ, ഇങ്ങനെ കിടന്നാ നീ മരിച്ചു പോകും നഫീസ. മിസ്റിലെ പെണ്ണുങ്ങളെ കണ്ടവർക്കറിയാ. ആ മഹദിയോട് കുടുംബക്കാര് ചോദിക്കുകയാണ്, നീ ഓരോ ദിവസം വിട്ട് നോമ്പ് പിടിക്ക്, ഒരൽപ്പമെങ്കിലും ഉറങ്ങ് നഫീസ, ഇല്ലെങ്കിലും മരിച്ചു പോകുമെന്ന് പറയുമ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ കരയുകയാ. കുടുംബക്കാര് ചോദിച്ച്, എന്തിനാ നീ കരയുന്നത്? അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയോ? 30 വർഷം ഞാൻ ഈ ഖബറിന്റെ അകത്തിരുന്ന് ദുആ ചെയ്തത് 2 കാര്യം. 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നത് 2 കാര്യം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒന്നാമത്തെ കാര്യം, മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം. മരിക്കും റബ്ബിഹിം വഹും വലിയുഹും ബിമാ കാനൂ യഅമലൂ. സ്വർഗത്തിന്റെ ആയത്ത് ഓതിയിട്ടാ പറന്നുപോയത്. അതുകൊണ്ട് പെങ്ങളെ, ചെറുപ്പക്കാരാ, എന്റെ ഉപ്പമാരെ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് വേണോ? ഈ സൂറത്ത് ഓതുമ്പോ നീ കരയണേ. കരച്ചല് വരുന്നില്ലേ? കരയുന്നവനെ പോലെ അഭിനയിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് ബാ ദുആ ചെയ്യാം. ബാ അപ്പാ ഇൻഷാ അല്ലാഹ് എല്ലാവരും ബാ ബക്കറ്റിങ് കൊണ്ടുവാ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ എല്ലാവരും ബാ. ഇനി ബിസ്മില്ലാ നടന്നു ഇൻഷാ അല്ലാഹ്. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വാ കേറി വാ ദുആ ചെയ്യാം. വിളിച്ചു നിങ്ങൾ പോട്ടെ എല്ലാവരും ബാ. ഇനി ആരും ഇരിക്കണ്ട, ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് വാ, ഇങ്ങോട്ട് വാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്